പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും സൂപ്പർ മാർക്കറ്റുകളിൽ, അതോടൊപ്പം തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിൽ, സ്മാർട്ട് ബസാറുകളിലൊക്കെ പോകുന്ന ആളുകളായിരിക്കാം. ഒരുപാട് സാധനങ്ങൾ അവിടെ കാണുന്ന ഓഫറുകൾ വെച്ച് വാങ്ങി ഉപയോഗിക്കുന്നവരായിരിക്കാം. എന്നാൽ നിങ്ങളിൽ എത്ര പേരാണ് അവിടെ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ സ്മാർട്ട് ബസാറോ അതുപോലെയുള്ള വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ പോയി തിരിച്ചു വന്നതിന് ശേഷം അതിലെ നിങ്ങൾക്ക് കിട്ടിയ ബില്ലും നിങ്ങൾ വാങ്ങിയ സാധനവും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്? ഇല്ല എങ്കിൽ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരുപാട് പൈസ അനാവശ്യമായി കളയുകയാണ്. ചില സാധനങ്ങൾക്ക് അവർ ഓഫർ തരും. ആ ഓഫർ കണ്ട് നമ്മൾ സാധനങ്ങൾ എടുക്കും. അതോടൊപ്പം അത് മറ്റു പലതരത്തിലും ചിലയിടങ്ങളിൽ അത് വസൂലാക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഞാൻ കാസർഗോഡുള്ള സ്മാർട്ട് ബസാറിൽ പോയി, റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നലെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വീട്ടിലെത്തിയപ്പോഴാണ് ഇത്ര വിലയാവാനുള്ള സാധ്യത കാണുന്നില്ലല്ലോ. ഓരോ സാധനത്തിൻ്റെയും വില ചോദിച്ച് വില ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ സാധനം എടുക്കാറുള്ളത്. അങ്ങനെ നോക്കിയപ്പോൾ, കണക്ക് കൂട്ടിയപ്പോൾ ചെറിയ പ്രശ്നം തോന്നി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇന്നലെ പെട്ടെന്ന് തിരക്കിൽ ആ ബില്ലൊക്കെ കളഞ്ഞിരുന്നു. അത് എടുത്തുകൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞാൻ വാങ്ങിയിട്ടില്ലാത്ത ഒരു 2 കിലോ ബിരിയാണി റൈസിൻ്റെ വില കൂടി അതിൽ പെട്ടിട്ടുണ്ട്. 163 രൂപ ചില്ലറ അവിടെ അനാവശ്യമായി ചാർജ് ചെയ്തിരിക്കുന്നു. ഇത് ഇന്നലെ ഒരു പ്രാവശ്യം സംഭവിച്ചത് മാത്രമല്ല, അതോടൊപ്പം അവിടെ ഉണ്ടാവുന്ന റാക്കുകളിൽ ചില പ്രോഡക്റ്റുകൾക്ക് ബൈ 1 ഗെറ്റ് 1 ഒക്കെ ഓഫർ ഇട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് അതേ പ്രോഡക്റ്റ് തന്നെ മറ്റൊരു റേറ്റും ഇട്ടിട്ടുണ്ട്. ഒരു ഓഫർ മാറുന്ന സമയത്ത് അത് എടുത്ത് മാറ്റാതെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആൾക്കാർ വാങ്ങാറുണ്ട്. അതുപോലെ മറ്റു പല സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിയപ്പോഴും എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ പ്രിൻ്റഡ് ആയിട്ടുള്ള MRP ഉള്ള പ്രോഡക്റ്റിൽ നിന്ന് അതിൻ്റെ താഴെയായി 50 പൈസയോ 1 രൂപയോ കുറക്കുകയും നമ്മൾ തൂക്കി വാങ്ങുന്ന ലൂസായിട്ട് വാങ്ങുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി അറിയാതെ തെറ്റിപ്പോയെന്ന തരത്തിൽ മാറ്റിയിടുകയും ചെയ്യുന്നത് 2 3 പ്രാവശ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചു കൊണ്ടുപോയി ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ അപ്പോൾ പ്രകടിപ്പിക്കുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരല്പം കള്ളത്തരമുള്ളതായി എനിക്ക് ഫീൽ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, എവിടെ നിന്നാണെങ്കിലും, നിങ്ങൾ എത്ര പൈസ ഉള്ളവരാണെങ്കിലും, ഓഫർ കിട്ടുന്നു എന്ന് പറഞ്ഞ് സാധനങ്ങൾ വാങ്ങുന്നവരാണെങ്കിലും, നിങ്ങളുടെ ബില്ല് വീട്ടിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്കറിയാം. അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളവർ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇത് ഒരു ഷോപ്പിൻ്റെ മാത്രമല്ല, സൂപ്പർ മാർക്കറ്റുകളിലും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയുടെയും അനുഭവത്തിൻ്റെയും പുറത്താണ് ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത്. ക്ഷമിക്കുക.